സൈമൺ കൊലക്കേസിൽ സുപ്രധാനമായ വഴിത്തിരിവുണ്ടായിരിക്കുകയാണ്. സൈമണിന്റെ കമ്പനിയിലെ ഉന്നത ഉദ്യോഗസ്ഥയായിരുന്ന മീര കൃഷ്ണദാസിന് കൊലപാതകവുമായി നേരിട്ട് ബന്ധമുണ്ടെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമായ വിവരം. യുവതിയെ ചോദ്യം ചെയ്യുന്നതിനായി പോലീസ് വിളിപ്പിച്ചിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ യുവതി പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ഹാജരാകും. ഇതോടെ കേസിൽ സുപ്രധാനമായ വഴിത്തിരിവ് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷ. കണ്ടോൺമെന്റ് സ്റ്റേഷന് മുന്നിൽ നിന്നും ക്യാമറമാൻ സമീറിനൊപ്പം രാജേഷ് തങ്കമംഗലം. നിങ്ങൾ ബഹളം ഉണ്ടാക്കരുത്. അവരെ കടത്തിവിടൂ പ്ലീസ്. അവരെ കടത്തിവിടൂ പ്ലീസ്. നമസ്കാരം സർ. താങ്കൾ ആരാണ്? ഞാൻ അഡ്വക്കേറ്റ് ഉത്തമപിള്ള. ഒരു അഡ്വക്കേറ്റിന്റെ പ്രസൻസിൽ ഇവരെ ചോദ്യം ചെയ്യാൻ സാധ്യമല്ല. അയ്യോ, അഡ്വക്കേറ്റിന്റെ കപ്പാസിറ്റിയിലല്ല ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ മീരയുടെ അമ്മാവനാ. സാർ എന്നെ ഓർക്കാഞ്ഞിട്ടാ. പണ്ട് ഞാൻ സാറിനെ ഒന്ന് കണ്ടിട്ടുണ്ട്. വ്യക്തിപരമായ പരാമർശങ്ങൾക്ക് ഇവിടെ പ്രസക്തിയില്ല. യു മേ പ്ലീസ് ഗോ ഔട്ട്. സോറി സർ. ആൻഡ് യു മേ നൗ സിറ്റ്. താങ്ക് യു. നിങ്ങൾ എത്ര നാളായി സൈമൺ പാലത്തിങ്ങളുടെ എംപ്ലോയി ആയിട്ട്? 8 months. ഇതിനു മുമ്പ് നിങ്ങൾ എവിടെയാണ് വർക്ക് ചെയ്തിരുന്നത്? മുമ്പ് കൊച്ചിയിലുണ്ടായിരുന്നു, 1 വർഷം ചെന്നൈയിലും. യു കെൻ ചെക്ക് ദിസ് ഫോൾഡർ. എന്റെ എല്ലാ പേഴ്സണൽ ഡേറ്റയും ഇതിനകത്തുണ്ട്. നിങ്ങളും സൈമൺ പാലത്തിങ്കിലും തമ്മിലുള്ള പേഴ്സണൽ ഇക്വേഷൻ എന്തായിരുന്നു? വാട്ട് ഡു യു മീൻ? യു ആർ നോട്ട് ഇൻ എ സൈബർ ചാറ്റ് റൂം. ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി വേണം. Explain this. ഇതുകൊണ്ടാണ് ഞാൻ ജോലി വിടാൻ തീരുമാനിച്ചത്. യു സി മിസ്റ്റർ സൈമൺ വാസ് അയാളെ ടോളറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാ. He was into drugs and I said explain this. I was just coming to it. ഞാൻ ജോയിൻ ചെയ്തപ്പോൾ മുതൽ he was acting funny with me. ജോലിയിൽ തുടരേണ്ടത് എന്റെ ആവശ്യമായതുകൊണ്ട് ഞാൻ എല്ലാം കണ്ടില്ലാന്ന് വെച്ചു. പിന്നെ സഹിക്കാവുന്നതിലും അപ്പുറമായി. പലപ്പോഴും എന്നെ ട്രാപ്പ് ചെയ്ത് ഫോട്ടോ എടുക്കുമായിരുന്നു. ഇൻ എൻ ഓട്ടോ ക്ലിക്ക് ക്യാമറ. Mira? Yes sir. Come here. Hey. Hey! Stop it! No! Hey! അതാ സത്യത്തിൽ ഞാൻ ജോലി വിടാൻ തീരുമാനിച്ചത്. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ രാജി കൊടുത്തു. രാജി കൊടുത്തപ്പോൾ അയാൾ അങ്ങനെ പ്രതികരിച്ചു? ആക്സെപ്റ്റ് ചെയ്തില്ല. വളരെ വയലന്റായി റിയാക്ട് ചെയ്തു. പിന്നെ പ്ലീഡ് ചെയ്തു എന്നെ മാരേജ് ചെയ്യണം എന്ന് പറഞ്ഞ്. He was sick. പിന്നെ ഞാൻ ജോലിക്ക് പോയില്ല. Simon was planning to invest in the National Cricket League. അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയോ? അറിയാം. ആ പ്രോജക്റ്റ് ഞാനാ ഡിസൈൻ ചെയ്തത്. ഓ, അതുമായി ബന്ധപ്പെട്ട് സൈമൺ എന്തെങ്കിലും ഭീഷണികൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. ആരിൽ നിന്ന്? മാർട്ടിൻ ദിനകർ. Tell me, എന്താ ഉണ്ടായത്? ഒരു ദിവസം അൺഎക്സ്പെക്റ്റഡ് ആയി ഓഫീസിലേക്ക് അയാൾ കയറി വന്നു. നാഷണൽ ക്രിക്കറ്റ് ലീഗിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് പിൻവാങ്ങാൻ സൈമനോട് ഡിമാൻഡ് ചെയ്തു. Sort of threatened him. You better stay out of my business. Cricket is not your game, Simon. Else you'll have no warning bells anymore. Is there any problem? You know something? He's dangerous. Really dangerous. So, സൈമൺ മാർട്ടിനെ ഭയന്നിരുന്നു? യെസ്, അയാൾ വല്ലാതെ പേടിച്ചിരുന്നു. ആ സംഭവം കഴിഞ്ഞ് 18ാമത്തെ ദിവസം സൈമൺ ഗോട്ട് കിൽഡ്. നിങ്ങൾ പതിവായി വിസിറ്റ് ചെയ്യുന്ന സ്പാ ഏതാണ്? സ്പാ? ഞാൻ പതിവായി ഒരു സ്പായിലും പോവാറില്ല. സൈമൺ എപ്പോഴെങ്കിലും ഏതെങ്കിലും സ്പായെ കുറിച്ച് നിങ്ങളോട് റെഫർ ചെയ്തിട്ടുണ്ടോ? ഐ മീൻ സംതിങ് ലൈക്ക് ഹിസ് ഫേവറേറ്റ് ഹാങ് ഔട്ട്. ഇല്ല, പക്ഷേ ഏറ്റവും പൊട്ടൻഷ്യലുള്ള ബിസിനസ്സാണ് സ്പാ എന്ന് പല പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനൊരു ബിസിനസ് തുടങ്ങാൻ ഞാൻ തയ്യാറാണെങ്കിൽ പണം മുടക്കാമെന്ന് അയാൾ പറഞ്ഞിരുന്നു. He even named it മീര സ്പാ. മീര സ്പാ.
നിങ്ങളിപ്പോൾ പോയിക്കോളൂ. ഇനി വിളിക്കുമ്പോൾ വരേണ്ടി വരും. Can I go to Bangalore and take up my new job? No, you can't go. മീരെ സ്റ്റേഷനിൽ വരുത്തി ചോദ്യം ചെയ്തതിന് തൻ്റേതായ യുക്തിയുണ്ട്. എഗ്രീഡ്. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അവൾക്ക് സംഭവിച്ച മാനഹാനിയെക്കുറിച്ച് കൂടി താൻ ചിന്തിക്കണം. ഇത്രയും ബ്രൂട്ടലായ ഒരു മീഡിയ പ്രസൻസിൽ ആ കുട്ടിയെ അമ്മയെയും സ്റ്റേഷനിൽ വരുത്തി ചോദ്യം ചെയ്തത് ഒഴിവാക്കാമായിരുന്നു. താൻ സമ്മതിച്ചാലും ഇല്ലെങ്കിലും അതിലൊരൽപ്പം വ്യക്തിപരതയുണ്ട്. തൻ്റെ മനസ്സിൽ ഇപ്പോഴുമുള്ള പെൺകുട്ടിക്ക് സൈമണുമായി റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞപ്പോൾ തോന്നിയ ഹേർട്ട്. ക്യാൻ യു ഡിനൈ ദാറ്റ്? Of course I can. ഒന്ന് ആലോചിച്ചാൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നന്നായി. നൗ യു നോ ദാറ്റ് ഷീസ് ക്ലീൻ, ഷീസ് എ റെസ്പെക്റ്റബിൾ ഇൻഡിപെൻഡന്റ് ഗേൾ ആൻഡ് ഷീസ് സിംഗിൾ ഈവൻ നൗ. ഞാൻ ആലോചിക്കുന്ന അതൊന്നുമല്ല സർ. മാർട്ടിൻ ദിനകർ ക്രിക്കറ്റ് ലീഗുമായി ബന്ധപ്പെട്ട് സൈമണെ ഭീഷണിപ്പെടുത്തിയതിന് ഒരേ ഒരു വിറ്റ്നസ്സേ ഉള്ളൂ. ആൻഡ് ദാറ്റ് ഇസ് മീര. സോ ഷീ മൈറ്റ് ആക്ച്വലി ബി ഇൻ ഡേഞ്ചർ. അതുപോലെ തന്നെ സൈമന്റെ മരണമൊഴി. മീര സ്പാ. സൈമൺ മീരയുടെ പേരിൽ ഒരു സ്പാ ബിസിനസ് തുടങ്ങാനിരുന്നതാണ്. സോ ദർ ഹാസ് ടു ബി എ കണക്ഷൻ. സിറ്റിയിലുള്ള സ്പാ സെന്റേഴ്സിനെ ഫോക്കസ് ചെയ്ത് അന്വേഷിച്ചിട്ട് എന്തായി? സൈമൺ ഏതെങ്കിലും സ്പാ ടേക്ക് ഓവർ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നോ? നോ, നത്തിങ് അറ്റ് ഓൾ. പക്ഷെ മീര. Hello, Niranjan. യെസ്. I need your help. Please come as soon as possible. എന്ത് പറ്റി? ഹേയ്, യു ജസ്റ്റ് റിലാക്സ്. ഐ ആം ഓൺ മൈ വേ. ആരാ നിരഞ്ജൻ? മീര. ഞാൻ സംശയിച്ചത് സംഭവിച്ചു സർ. ഏയ് നിരഞ്ജൻ, സ്റ്റോപ്പ്! നിൽക്കണം! മീര. മീര. അവരെ ആരെങ്കിലും ഇനി കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കുമോ? ഇല്ല, ആരെയും ശരിക്ക് കണ്ടില്ല. സർ, അലക്സ്, യു വിൽ ഹാവ് ടു പോസ്റ്റ് മോർ മെൻ ഹിയർ. പിന്നെ സതീഷിനെ വിളിച്ചിട്ട് വന്നോമാരൻ തപ്പാൻ പറ. സർ. Sir. You don't have to worry. I'll take care. I'll take care of this. മീര, എന്തു പറ്റി മോളെ? ഫോൺ കിട്ടിയപ്പോൾ ഞാൻ ആകെ പേടിച്ചു പോയി. സാർ, അവരമ്മയും മോളും ആകെ പേടിച്ചിരിക്കുക. ഒരു സഹായത്തിന് ഓടിയെത്താൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഈ വീടിന് പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയൊന്നും സംഭവിക്കില്ല. ഇപ്പൊ പറയുന്നതിൽ ഔചിത്യം കാണില്ല, പക്ഷെ പറയുക. അത് മീരയുടെ അച്ഛൻ പറഞ്ഞിട്ടാ അത് ഞാൻ സാറിനെ ഒന്ന് കണ്ട് ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞത്. അതിൻ്റെ ഒരു കുറ്റബോധം എനിക്കുണ്ട്. അച്ഛൻ കർക്കശം കാട്ടിയപ്പോൾ അവൾ അനുസരിച്ചു എന്നുള്ളത് നേരാ. പക്ഷെ എത്ര നിർബന്ധിച്ചിട്ടും അവൾ മറ്റൊരു വിവാഹത്തിന് സമ്മതിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു ആൺതുണയില്ലാതെ അവരൊറ്റയ്ക്ക് കഴിയുന്നത് അവൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തതുകൊണ്ടാ. ഇവിടെ നടന്ന സംഭവത്തിനെ കുറിച്ച് ഒരു പരാതി എഴുതി എസ്ഐയുടെ കയ്യിൽ കൊടുത്തേക്കൂ. അലക്സ്. സർ.
This is all yours.